എല്ലാവർക്കും വിജീസ് കിച്ചൺ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിജയിച്ച് എന്ന പ്രിയപ്പെട്ടവർക്ക് സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനം തന്നത് ദൈവത്തിന് നന്ദി പറയാം. അപ്പം ശനിയാഴ്ചത്തെ വീഡിയോ കണ്ടിട്ട് കമൻസ് ഇട്ട എല്ലാവർക്കും ഒത്തിരി നന്ദി. വീണ്ടും നിങ്ങളുടെ ഈ സഹകരണം പ്രതീക്ഷിക്കുന്നു. അപ്പം അതിൻ്റെ അത് ചിലർ ചോദിച്ച് ചേച്ചി നാട്ടിൽ കൊണ്ട് ചേച്ചി എന്താ കൂടെ പോകാനേ അർജന്റായിട്ട് ഇപ്പോൾ പോകേണ്ടതായിരുന്നു. പെട്ടെന്ന് ഉള്ള തീരുമാനം ഉണ്ടായിരുന്നു. അർജന്റ് ഒരു കാര്യം ഉണ്ടായിരുന്നു പോകേ. അതുകൊണ്ട് പോയ പിള്ളേരുടെ സ്കൂളുണ്ട്, അപ്പച്ചനുണ്ട്. അതൊക്കെ എനിക്ക് റേച്ചാൻ മിസ് ചെയ്തില്ല. ഞാൻ റേച്ചാൻ എപ്പോഴും മിസ് ചെയ്തായിരുന്നു. അപ്പോൾ എന്താ ഫ്ലൈറ്റിന് പോയിട്ട് ഫ്ലൈറ്റിന് അങ്ങനെ വരുക. നമ്മൾ ട്രെയിൻ പോകണമെങ്കിൽ 2-4 ദിവസം അങ്ങനെ പോകുന്നു. ഈ ജോലി സ്ഥലത്താണെങ്കിൽ അങ്ങനെ പെട്ടെന്നുള്ള ഇതായതുകൊണ്ട് അവധിയും കിട്ടാൻ പ്രയാസം. പിന്നെ ഈ 4 ദിവസത്തെ സാലറി പോകുമ്പോൾ നമുക്ക് ഫ്ലൈറ്റിന് വരില്ല. ഒരു ദിവസം കൊണ്ട് പോയിട്ട് എല്ലാ കാര്യം കഴിഞ്ഞ് ഒരു ദിവസം കൊണ്ട് വരാമല്ലോ. അങ്ങനെ പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. കപ്പ വേവിച്ചത് കണ്ടിട്ട് പോയി കപ്പയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് കപ്പ വേവിക്കാൻ തുടങ്ങിയായിരുന്നു നമ്മുടെ ഓൺലൈൻ. പിന്നെ എല്ലാവർക്കും കപ്പ ഇഷ്ടമാണ്. കപ്പയും മീനും കമൻസ് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ആരും അയ്യേന്ന് പറയത്തില്ല. കപ്പയും മീനും കണ്ടാൽ എല്ലാവർക്കും വായിൽ വെള്ളം എത്രയ്ക്ക് ഞാൻ ഇപ്പോൾ റീച്ചാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇച്ചിരി കപ്പ കൊണ്ടുവന്നേ റീച്ചാൽ നാട്ടിൽ ഇനിയിപ്പോൾ ഈ മഴയൊക്കെ ആയതുകൊണ്ട് വേഗത കിട്ടുമെന്ന് അറിയത്തില്ല. ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വെയിറ്റും അധികം ഒക്കത്തില്ല. 15 കിലോ ലഗേജിലും 7 കിലോ കയ്യിലും കൊണ്ടുവരാം. അങ്ങനെ ഒക്കത്തുള്ളൂ. പിന്നെ നമ്മളൊക്കെ ഒതുക്കി പെട്ടിയിലൊക്കെ വെച്ച് കൊണ്ടുവരുന്നത് പോലൊന്നും അവർക്കൊന്നും പ്രാക്ടീസ് ഇല്ല. അതേ ഉള്ളു കാര്യം. അപ്പം ബെൻസിയും കുറച്ച് സാധനങ്ങൾ എനിക്ക് കൊടുത്തു വിടാനായിട്ട് അന്നേ ഇല്ല. ബേക്കറി ഐറ്റംസ് ഒക്കെ കൊച്ചുങ്ങൾ അവൾ അന്ന് തരാൻ പറ്റിയില്ലല്ലോ. അത് അന്നേ അവൾ ആകെ ഇത് ഇരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു, എടി നീ ഇങ്ങനെ എനിക്ക് ബേക്കറി അയക്കണ്ട, അല്ലാതെ ഇത്തിരി സാധനം ഞാൻ പറഞ്ഞു. കാരണം മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ അങ്ങനെ ഇവിടെ ഇല്ലേ മുളക് പൊടിയും ചോദിക്കും. പക്ഷേ അവൾ ഈ കഴിഞ്ഞിടെ എൻ്റെ അടുത്ത് പറഞ്ഞു നാട്ടിൽ കാശ്മീരിക്കൊക്കെ വില കുറഞ്ഞു. ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇവിടെ ആ മഹാരാഷ്ട്രൻ ആ പുള്ളിക്കാരുടെ അടുത്ത് ചോദിച്ചിട്ട് പുള്ളി ഇപ്പോഴും 1000 രൂപയാണ് പറയുന്നത്. അത് എവിടുത്തെ ന്യായമാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. പുള്ളി പറയുന്നത് ഞാൻ കെമിക്കലൊന്നും ചേർക്കത്തിൽ അധികം. അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ മുളകിൻ്റെ വില കുറവാണെങ്കിൽ മുളക് പൊടിക്കും വില കുറച്ചുകൂടെ. മറ്റുള്ളിടത്താണെങ്കിൽ അവർ കളർ ചേർക്കും, അത് ചേർക്കും. പക്ഷേ കളർ അങ്ങനെ പറയുന്നത് ശരിയാ. വേറെ കടകളിലും പൊടിപ്പിക്കുകയെന്ന് പറഞ്ഞ് നമ്മൾ വാങ്ങിക്കുവാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ കയ്യിലൊക്കെ കളറാവും. പക്ഷേ ഇങ്ങനെ ഈ പൊടിപ്പിക്കുന്നത് ഇത് ഒന്നും അവർക്ക് നമ്മുടെ മുമ്പിൽ വെച്ചാൽ പൊടിപ്പിക്കുന്നതൊക്കെ നമുക്ക് കാണാം. പക്ഷേ എന്നാലും വില കുറഞ്ഞാൽ കുറയ്ക്കണ്ടേ. അപ്പം അതുകൊണ്ട് അവൾ പറഞ്ഞു, കൊച്ചോളെ വില ഇപ്പോൾ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്, നിനക്ക് വേണോ? ഇവിടെ നമുക്ക് മിക്സ് എന്നും പറഞ്ഞൊരു മുളക് പൊടി കിട്ടത്തില്ല. നാട്ടിലാണെങ്കിൽ എരിവുള്ള മിക്സ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അതായിരിക്കുമെന്ന്. പിരിയനും മറ്റേതും കൂടി ഇട്ടുള്ള ഈ എരിവുള്ള എരിവില്ലാത്തതും കൂടെ ഉണ്ടാകുന്നതായിരിക്കും. ഇവിടെ ഒരു പ്രാവശ്യം ഞാനിവിടെ കാശ്മീരി മാത്രമേ ഞാൻ ഉപയോഗിക്കത്തുള്ളൂ. ഒരു പ്രാവശ്യം റേച്ചാൻ എരിവുള്ള മുളക് പൊടി കൊണ്ടുവന്നു. ദൈവമേ, കണ്ടാൽ തന്നെ നമ്മുടെ കട്ടയുണ്ടല്ലേ, ഒരു ബ്രൗൺ കട്ട, അതുപോലെ കളറാ പൊടിക്കും. പക്ഷേ ഇത്ര ഇട്ടാൽ മതി, എരി കാരണം വയ്യ. നമുക്കൊരിത്തിരി കൊഴുപ്പൊക്കെ വേണ്ടേ മീൻകറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ. എരിവ് മാത്രം പോരല്ലേ. സത്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ കളയുമായിരുന്നു. എന്തോ ചെയ്യും. ഇവിടെ നിന്ന് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അങ്ങനെ ഇനി ഡിമാർട്ടിൽ എങ്ങാണം ഉണ്ടെങ്കിൽ അതും ഇങ്ങനെ എരിവായിരിക്കും. പണ്ട് ഞാൻ ഡിമാർട്ടിൽ നിന്ന് ഇങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട് കാശ്മീരി ഇതും. പിന്നെ ഇവിടെ ഈ പൊടിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ പറഞ്ഞ മഹാരാഷ്ട്രൻ്റെ കയ്യിലല്ല, വേറെടുത്തവർ പൊടിപ്പിച്ച് ഇങ്ങനെ കൊണ്ടുവച്ച് വിൽക്കുന്നതാണെന്നാണ് പറയുന്നത്. അപ്പോൾ അവളങ്ങനെ മിക്സൊക്കെ ഇത്തിരി തന്നുവിടാന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞേടി ഇങ്ങനെ സംഭവം നീ ബേക്കറി ഒന്നും വേണ്ട. അപ്പം ഒന്നീ അവൾ കൊണ്ടുവരുന്നോ റേച്ചാൻ്റെ അടുത്ത് ഞാൻ ചില സാധനങ്ങൾ പറയും കൊണ്ടുവന്നിട്ട് എന്തൊക്കെ കൊണ്ടുവന്ന് എന്നുള്ളത് ഞാൻ കാണിക്കാം. എന്നിട്ട് ഞാൻ പറയടി അതനുസരിച്ച് ചിലപ്പം വെയിറ്റ് ഇത്തിരി കൂടിപ്പോയാൽ പിന്നെ അവളുടേത് തന്നെ കുറച്ച് വെയിറ്റ് ഉണ്ട്. അപ്പോൾ എന്തോന്നുള്ളത് നോക്കട്ടെ എങ്ങനെയാണെന്നുള്ളത്.
പിള്ളേരും നോക്കിയിരിക്കുക, ഞാനും നോക്കിയിരിക്കുക. നിങ്ങളെന്തിക്കോ ഇത്രയ്ക്കങ്ങ് കൊതിയാണോ ഈ പെടുമ്പുള്ളയ്ക്കെന്ന് ചിന്തിക്കും. നിങ്ങൾ ആരെന്നെ എന്തോ പറഞ്ഞാലും ശരി തന്നെ, എനിക്ക് കൊതി തന്നെ കേട്ടോ. ഇല്ല മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്ന് പറയുന്ന പോലെ നാട്ടിൽ കിടക്കുന്നവർക്കൊന്നും ഈ നാട്ടിലത്തെ ബേക്കറി സാധനങ്ങളുടെയും കപ്പയുടെയും ഒന്നും ചിലർക്കറിയാമേ വില അറിയത്തില്ല. നമുക്കാണെങ്കിൽ അതൊക്കെ കിട്ടുന്നത് ഭയങ്കര ഇതാണ്. അപ്പോൾ ഇങ്ങനെ നിന്നാ വിടുമ്പോൾ എങ്ങനെ ഇരിക്കുന്നതെന്ന് ചിന്തിക്കും. പറയുന്നവർ പറഞ്ഞു കൊതിയുള്ള സമയത്ത് അങ്ങ് തിന്നുക. എന്നാലും അങ്ങനെ അങ്ങ് വാരി വലിച്ച് തിന്നുന്നല്ല. ഇതിപ്പോൾ എപ്പോഴാണ് വർഷത്തിലെങ്ങാണ്ട് 2 വർഷമായി ഈ നാട്ടിൽ വല്ല പലഹാരം നിന്നിട്ട്. അങ്ങനെ കൊണ്ടുവരും, എന്നിട്ട് നമുക്ക് കാണാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു അടിപൊളി ഒരു ചിക്കൻ റോസ്റ്റ് എന്ന് പറയാം കേട്ടോ. ഒരു റെസിപ്പി ഉണ്ട്, അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ അന്ന് അതുണ്ടാക്കിയുടനെ പൂർവ്വം എൻ്റെ അടുത്ത് പറയും, മമ്മി ഇതിൻ്റെ കൂടെ പൊറോട്ട വേണമായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്തിക്കും, അമ്മയും കൊള്ളാം മോനും കൊള്ളാം അല്ലേ? അത് തന്നെ, എൻ്റെ മക്കൾക്കും കൊതിയുണ്ട് പൊറോട്ട ഉണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ ചിന്തിക്കും, ശരി അവിടെ ഇച്ചിരി ഒരു പൊറോട്ട ഇവിടെ പൊറോട്ട കിട്ടുന്നത്. ഇവിടുത്തെ പൊറോട്ട വലിച്ചിങ്ങനെ പറിക്കണില്ല, റബ്ബർ ഷീറ്റിന് സമമായി ഇവിടുത്തെ പൊറോട്ട. നാട്ടിലത്തെ നല്ല സോഫ്റ്റ് ലെയർ അല്ലേ. അപ്പം അന്ന് തൊട്ടേ ഞാൻ ചിന്തിച്ചതാ ഇച്ചിരി പൊറോട്ട. ചിന്തകൾ ഒരിടത്ത്, നമ്മുടെ ചിന്ത ഒരിടത്ത്. ഓക്കെ, ഞാൻ ലൈവിൽ വരണമെന്നുള്ളത് നിങ്ങളൊന്ന് പറയണേ. നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് ഞാൻ ലൈവിൽ വരാം കേട്ടോ. എനിക്കറിയത്തില്ല, ഞാൻ പോകുന്നവരുടെ അടുത്ത് റീചാർജൊക്കെ ഒന്ന് ചോദിച്ചിട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പം പലരും പറഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യ് വിജി. ഒരാളിങ്ങനെ പറഞ്ഞെന്ന് ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു ഞാനും ഒന്ന് പുള്ളി എന്തുവായിരുന്നു ഒരാൾ കമൻറ്റ് വന്നു. ഞാനും ചിന്തിച്ചു വിജിയെടുത്ത് രമ്യാന്ന് തോന്നുന്നു, രമ്യ പറയണമെന്ന്. അങ്ങനെ കാണുമ്പോൾ വ്യൂസും ശരി. ഡേ ഇൻ മൈ ലൈഫ് ചിലർക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എങ്ങനെ ഒന്ന് തുടങ്ങുന്നതെന്നുള്ള ഇതിൽ നിൽക്കുക. ഞാൻ തന്നെ ഒരാളിപ്പോൾ എടുത്തു തരാനുണ്ടെങ്കിൽ നമുക്ക് പോട്ടെന്ന് പറയും. നമ്മൾ തന്നെ ഈ മൊബൈലും സ്റ്റാൻഡും പൊക്കി പിടിച്ചോട് നടക്കുമെന്ന് പറയുന്നൊരു ഇപ്പം ഡേ ഇൻ മൈ ലൈഫ് ഞാനിപ്പം 7 മണിക്ക് എണ്ണിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഞാൻ 5 മണിക്കേ തുടങ്ങണം. അങ്ങനെയൊക്കെയുണ്ട്. നിങ്ങൾ എനിക്കോ പിന്നെ അല്ല നമ്മൾ അവിടെ മൊബൈൽ കൊണ്ടുവച്ച് ഇവിടെ വെച്ച് അങ്ങനെയൊക്കെയുള്ള ഇതാണ്. എന്നിട്ടൊക്കെ നോക്കട്ടെ. രാവിലത്തെ എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇച്ചിരി മീൻകറി ഉണ്ടായിരുന്നു, അതൊന്ന് ഞാൻ തിളപ്പിച്ച് വെച്ച്. ഇപ്പോൾ പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് ഇച്ചിരി അല്ലെങ്കിൽ ഞാൻ രാവിലെ എണീക്കുന്ന ഉടനെ അതായിരിക്കും അങ്ങ് തിളപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് രാവിലെ ഒന്നും തിളപ്പിക്കേണ്ട ആവശ്യമില്ല, അത് പന്നലൊന്നും ആവത്തില്ല. തണുപ്പല്ലേ, അന്തരീക്ഷം തണുപ്പായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് തിളപ്പിച്ച് വെച്ചിട്ട് പിന്നെ ഇന്ന് മത്തങ്ങയും പയറൂടിട്ട് കറി വെക്കാനാണ് നോക്കി. അപ്പം നോക്കിയുണ്ടെങ്കിൽ ഒരു കുഞ്ഞു കഷ്ണം ചേനയും കൂടെ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിച്ചു ഇനി അതായിട്ട് ഇനി എന്തോത്തിനെ വെച്ചേക്കുന്നതെന്ന് പറഞ്ഞ് ഈ മത്തങ്ങയുടെ കൂടങ്ങ് ചേനയും ഞാനങ്ങ് ഇട്ട് പയറും കഴുകി ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് അതൊന്ന് അടപ്പത്ത് വെച്ച് വേവിക്കാമെന്ന് വെച്ചാൽ അപ്പോഴത്തേക്കിന് ഞാനവിടെ ഇതിന് മുമ്പിട്ട് ഞാൻ ഉള്ളിയും പൊളിച്ച് കൊച്ചുള്ളിയൊക്കെ കുറച്ച് പൊളിച്ചവിടെ വെച്ചിട്ടുണ്ട് നമ്മുടെ ചിക്കൻ ഉണ്ടാക്കാനായിട്ട്. ഒത്തിരി ഒന്നുമില്ല, കുറച്ച്. നമ്മളെപ്പോഴും ഈ വലിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നതിനേക്കായി കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുമ്പോഴേ ആ കറി നല്ലതായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ കുക്കറിൻ്റെ പിടി ഒന്ന് ഇളകിപ്പോയി. അപ്പം ഞാൻ ഒന്ന് ആടുന്നുണ്ട്. അപ്പം ഞാൻ ആ സ്ക്രൂ ഡ്രൈവറും കൊണ്ട് അതൊന്ന് ഫിറ്റ് ചെയ്ത് വെച്ചതാണ്. ഇതിപ്പോൾ ഒരു 800 ഗ്രാം ചിക്കൻ ഉണ്ട്. അതിലിച്ചിരി മഞ്ഞപ്പൊടിയും മുളക് പൊടിയും പുരട്ടി ഞാനൊന്ന് ഉപ്പ് ഇട്ടിട്ടൊന്ന് മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 7 സവാള, ഇങ്ങനെ ചെറുതായതുകൊണ്ട് ഞാൻ 7 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത്രയും കൊച്ചുള്ളി, നിങ്ങൾക്ക് കൊച്ചുള്ളി മാത്രമാണെങ്കിൽ ഒരു 200 ഗ്രാം കൊച്ചുള്ളി എടുക്കാം. ഇത്രയും ഒരു കഷ്ണം ഇഞ്ചി, ഒരു കുടം വെളുത്തുള്ളി, ഇത് രണ്ടും നമുക്കൊന്ന് ചതച്ചെടുക്കണം. പിന്നെ ചെറിയ 3 ടൊമാറ്റോയും കുറച്ച് കറിവേപ്പിലയും. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഞാൻ പിന്നെ പറയാമേ. ഇതൊന്ന് സവാള ഒന്ന് പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. ഇതൊക്കെ ഒന്ന് ചതച്ച് ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തുണ്ടോട്ടെ. ഞാൻ ഇഞ്ചി ഇവിടെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിടിക്കല്ലി ഇട്ടിട്ട് ഇതൊന്ന് ഇടിച്ചെടുക്കട്ടെ, ചതച്ചെടുക്കട്ടെ.
അപ്പോൾ 2-3 പേര് ചോദിച്ചു അപ്പച്ചൻ എന്തിയേ, അപ്പച്ചൻ സുഖമായിട്ടിരിക്കുന്നുണ്ടോ എന്നൊക്കെ. അപ്പം ഞാനിന്ന് ഡാഡിയെ കാണിച്ചാൽ ഞാൻ മിക്കവാറും വീഡിയോ എടുക്കുന്നുണ്ട്, ഡാഡി ഇങ്ങനെ കിടക്കുമായിരിക്കും കൂടുതൽ, അതുകൊണ്ട് ഞാൻ എടുക്കാഞ്ഞാൽ. പക്ഷെ ഇന്നങ്ങ് ചോദിച്ചത് കൊണ്ട് ഞാനൊന്ന് എടുത്തതാണ്. കുറച്ച് നേരമൊക്കെ ഇരുന്ന് ന്യൂസ് കേൾക്കും, പിന്നെ ഇങ്ങനെ കിടക്കും, പിന്നെ എണീറ്റ് ന്യൂസ് കേൾക്കും. ഇതിലേക്ക് ചെറിയ 2 കഷ്ണം പട്ട, ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, എന്നിട്ട് നമ്മൾ എടുത്തു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാനിവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 കറിവേപ്പിലയും കൂടെ. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇച്ചിരി ഒന്ന് മൂത്ത് വരണേ. അതിൻ്റെ ആ പച്ചപ്പൊക്കെ ഒന്ന് പോയിട്ട് ഒരു സ്വല്പം ഒന്ന് കളർ ചേഞ്ച് ആയിട്ട് വരട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഒരു തണ്ടോട് ഇട്ടാലും നല്ലതാണ് കേട്ടോ. കറിവേപ്പില ഇടുമ്പോൾ നല്ലൊരു മണമൊക്കെ കിട്ടും. എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു അധികം. ഇതിലേക്ക് അരിഞ്ഞു വെച്ച ആ കൊച്ചുള്ളി സവാളയും. ഞാൻ സവാള പൊടിയായി അരിയാൻ പറഞ്ഞത്, ഞാൻ നീളത്തിലല്ല അരിഞ്ഞത്, അതിങ്ങനെ ക്രോസ് ചെയ്തും തലങ്ങനെയും വലങ്ങനെയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. കൊച്ചുള്ളി വലുത് മാത്രം കീറിയാൽ മതി, ബാക്കി ചെറുത് അങ്ങനെ ഇച്ചിരി മീഡിയം ഒക്കെ ആയിട്ടുള്ളത് അതുപോലെ അങ്ങ് ഇട്ടാൽ മതി. അതുപോലെ ഇട്ടങ്ങ് വഴറ്റി എടുത്താൽ മതി. ഈ നെക്സ്റ്റ് വരുന്ന ക്ലിപ്പ് ഞാൻ ഈ ദിവസമല്ല എടുത്തത്, അത് ഞാൻ വേറെ ദിവസത്തേക്ക് ഞാൻ കാണിക്കുന്നേ. അപ്പോൾ റീച്ചാൽ സേഫായിട്ട് അങ്ങ് എത്തി. ഫോൺ ചെയ്തു, പിള്ളേർക്ക് വീഡിയോ കോളൊക്കെ ചെയ്ത്. എന്തോ ഞാൻ പറയാനായിട്ടായിരുന്നത്. നമ്മുടെ റീച്ചൻ രാത്രിയിലത്തെ ഫ്ലൈറ്റായിരുന്നു. അപ്പം ഞാൻ ചിന്തിച്ച് പാതിരാത്രിക്കൊക്കെ ചെന്നാൽ പിന്നെ അങ്ങനെ പോകുന്നത്, അവിടെ കുറച്ച് നേരം സ്റ്റേ ചെയ്യുമെന്നും പറഞ്ഞ് വെയിറ്റിംഗ് റൂമിൽ ഇരിക്കുമെന്ന് പറഞ്ഞ് ഞാൻ ചപ്പാത്തിയൊക്കെ മുട്ട വെച്ച് റോൾ ചെയ്താണ് കൊടുത്തത്. പക്ഷേ ഫ്ലൈറ്റ് 1 മണിക്കൂർ ലേറ്റായിരുന്നു. പിന്നെ റീച്ചാന് അവിടെ ഇരിക്കേണ്ടി വന്നില്ല, അതുകൊണ്ട് എളുപ്പം അങ്ങ് പോയി. നമ്മൾ അങ്ങനെ ടിക്കറ്റ് എടുക്കാൻ കാര്യം, വെള്ളിയാഴ്ച എടുത്തത്. അങ്ങനെ ആകുമ്പോൾ റീച്ചാന് വെള്ളിയാഴ്ച രാവിലത്തെ ജോലി ചെയ്തിട്ടാണ് പോയി. പിന്നെ ശനിയാഴ്ച ഒരു ദിവസം ലീവ് എടുത്തു. പിന്നെ സൺഡേയാ, പിന്നെ തിങ്കൾ ചൊവ്വ വിരിക്കും. അല്ലെങ്കിൽ നമ്മൾ തിങ്കളാഴ്ച അങ്ങനെയുള്ള ദിവസങ്ങൾ എടുക്കുവാണെങ്കിൽ എല്ലാ ദിവസത്തെയും ഇത് പോകുന്നില്ലേ, രാവിലെ എടുക്കുവാന്നേലും. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ റീച്ചാൻ രാത്രി എടുത്തത്. റീച്ചാൻ പിന്നെ യാത്രയുടെ ഒരു ടെൻഷനില്ല. ഞാനെങ്ങാണോന്നെങ്കിൽ എൻ്റെ പൊന്നോ എനിക്ക് ഓർക്കാൻ കൂടെ വയ്യ. ഇവിടെ ഇപ്പം നമ്മുടെ പയറും ഈ മത്തങ്ങയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അത് ഞാൻ ഈ മത്തും കൊണ്ടൊന്ന് ഉടച്ചെടുക്കട്ടെ. നമ്മൾ അരച്ച അരപ്പ് ഇതിലോട്ടിട്ട് കൊടുക്കുക. അരപ്പൊക്കെ നേരത്തെ അരച്ച് വെച്ചായിരുന്നു ഞാൻ. നന്നായി നമ്മുടെ പയറൊക്കെ വെന്ത് ഞാനൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ പ്രീതിക്കുട്ടിക്ക് ഇതുപോലെ ഉപ്പുഭരണി ഉണ്ടെന്ന് പറയുന്നു. ഇതിൻ്റെ ഒരു ഇച്ചിരി വക്ക് പോയി. പയറൊക്കെ അരപ്പ് ചേർത്ത് അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനിയും പാത്രങ്ങളൊക്കെ കഴുകാൻ കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകിയെടുക്കട്ടെ. ഉള്ളിയൊക്കെ നന്നായി ഇങ്ങനെ വഴരണേ. ഇനി തീ ഒന്ന് കുറച്ചിട്ട് ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇത് കാശ്മീർ മുളക് പൊടി മാത്രമാണ്.
1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. നന്നായി ചെറിയ തീയിൽ ഈ മസാലയൊക്കെ നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒരിത്തിരി നല്ല കളർ വരുന്നിടം വരെ ചെറിയ തീയിലായിരിക്കണേ. എന്നിട്ട് ഈ മസാല ഇച്ചിരി നേരം ഞാനൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ടേ. അപ്പോൾ ഈ മസാലയൊക്കെ ഞാൻ ഇങ്ങനെ അടച്ച് വെച്ച് ചെറിയ തീയിൽ കിടക്കുമായിരുന്നു. ഒരു 5 മിനിറ്റോളം ഞാനിതിങ്ങനെ ഇട്ടിരുന്നു. ഇപ്പം നല്ല കളറൊക്കെ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ടൊമാറ്റോ ചേർത്ത് കൊടുക്കണം. നമ്മൾ അരിഞ്ഞിടുന്നതിനേക്കാൾ ഇങ്ങനെ അരച്ച് ചേർക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു കൊഴുപ്പും ആ ഒരു നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റും ഒക്കെ കിട്ടുന്നത്. അപ്പം ഞാൻ ഈ ടൊമാറ്റോയുടെ അരിഞ്ഞിട്ട് അതിൻ്റെ അകത്തെ ആ പച്ചപ്പെല്ലാം ആ ടൊമാറ്റോയുടെ പച്ചമണം എല്ലാം മാറുന്നിടം വരെ ഇതുപോലെ ചെറിയ തീയിൽ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരും. അടച്ചു കൊടുക്കാം ഇച്ചിരി നേരം. അപ്പോൾ ഞാൻ ഇച്ചിരി നേരം ഇതിങ്ങനെ അടച്ചു വെച്ച് കൊടുത്തു. സാവകാശം നമ്മൾ സമയമെടുത്ത് വേണം ഇതൊന്ന് മൂപ്പിച്ചെടുക്കാൻ, അല്ലെങ്കിൽ തീ കൂട്ടി ഇടുവാണെങ്കിൽ അതെല്ലാം ഒന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ആ ടൊമാറ്റോയുടെ സ്മെല്ലൊക്കെ ആ പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇതിലേക്ക് എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ മാറിനേറ്റ് ചെയ്ത് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തീ ഏറ്റവും കുറച്ചൊന്ന് വെക്കേ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു സ്വല്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തേ, പച്ചവെള്ളം ഒഴിക്കരുതേ. നമ്മളിപ്പോൾ ഇത് റോസ്റ്റായിട്ടാണ് എടുക്കുന്നത്, അതുകൊണ്ട് വെള്ളം തീരെ കുറച്ചൊഴിക്കാൻ നോക്കണം. കാരണം ഈ ചിക്കനിൽ നിന്നൊക്കെ വെള്ളം ഇനി ഇറങ്ങും. അപ്പോൾ ഞാനൊരു ഇച്ചിരിയും കൂടെ വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ. ഉപ്പൊക്കെ ഇത്തിരി കുറവായതുകൊണ്ട് ഇച്ചിരിയും കൂടെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു സ്വല്പം കൂടെ വെള്ളം ഒഴിച്ചിട്ട്, അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ എടുക്കുന്നതിനേക്കാൾ ഡ്രൈ ആയിട്ട് വേണമെങ്കിൽ അതനുസരിച്ച് വെള്ളം ചേർക്കാവൂ. ഇപ്പം നമ്മൾ ഇപ്പം ഒന്നും മനസ്സിലാവത്തില്ല, ഇപ്പം ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഇത് ഇച്ചിരി ഒന്ന് ആ ചിക്കനൊക്കെ ഒന്ന് ചൂട് പിടിക്കുന്ന ഉടനെ അതിൽ നിന്ന് വെള്ളം ഇറങ്ങത്തുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ ഒതുക്കി വെച്ചിട്ട് ഇതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കട്ടെ. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇനി നമുക്ക് വെച്ച് കൊടുക്കാം. കുറച്ച് നേരം കഴിഞ്ഞ് ഞാനിതൊന്ന് തുറന്ന് നോക്കിയോണ്ടേ ഇപ്പം എന്താണ്ടേ അതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ചിക്കൻ വെന്തിട്ടൊന്നുമില്ല. അപ്പം ചട്ടി ആയതുകൊണ്ട് ഇച്ചിരി അടിക്കൊക്കെ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടെ. ഇനി ഇത് കുറച്ചുകൂടെ ഒന്ന് വേവാനുണ്ട്. പകുതി പോലും ചിക്കൻ വെന്തിട്ടില്ല. എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞിട്ടുണ്ട്. കുറച്ചുകൂടെ ഡ്രൈ ആക്കണേ, കുറച്ചുകൂടെ ഡ്രൈ ആക്കാം. ഇതിപ്പോൾ ചട്ടിയിലിരുന്ന് കുറേ കൂടെ ഒന്ന് ഡ്രൈ ആയിക്കോളും. അതുകൊണ്ട് ഇനി ലാസ്റ്റിൽ നമുക്ക് ചെയ്യേണ്ടത് ഉപ്പ് വരിയൊക്കെ നോക്കുക. അഥവാ എന്തെങ്കിലും കുറവായിട്ടോ കൂടുതലായിട്ടോ ഉണ്ടെങ്കിൽ, ഇപ്പം മസാലയുടെ കുത്തലിച്ചിരി കൂടുതലായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നുമെങ്കിൽ ഒരു പിഞ്ച് പഞ്ചസാരയും ഇട്ട് കൊടുത്തേരെ. ഇപ്പം ഇതിനൊരു കുഴപ്പമില്ല. ഇവിടെ ഇപ്പം മത്തങ്ങയ്ക്ക് വേണ്ടി ഞാൻ കടുക് വറക്കുക. അതിലേക്ക് ഇത്തിരി കടുകിട്ട് പിന്നെ സവാള, കറിവേപ്പില, ഒരു കുറച്ച് തേങ്ങ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നാൾ എൻ്റെ പഴയ നാട്ടിൽ വെച്ചുള്ള ഒരു വീഡിയോ, അതിൻ്റെ അകത്ത് ചക്ക എരിശ്ശേരിക്കകത്ത് അമ്മ തേങ്ങ ഒരു അരമുറി തേങ്ങ ഇങ്ങനെ വറുത്ത് ചേർക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് എൻ്റെ ഓമനാൻറ്റി പറയുക, ആ എരിശ്ശേരിക്കൊക്കെ ഇച്ചിരി തേങ്ങ വേണം, അത്രയും നമുക്ക് ബോംബെയിൽ ചേർക്കാൻ പറ്റത്തില്ലല്ലോ. ഞാനൊരു 1-2 ടേബിൾ സ്പൂൺ ചേർക്കും, അല്ലാതെ കൂടുതലൊന്നും ചേർക്കത്തില്ല. ഇത് എരിശ്ശേരിക്കൊക്കെ നന്നായിട്ട് തേങ്ങ വറുത്തിട്ടാൽ നല്ല ടേസ്റ്റായിരിക്കും. അങ്ങനെ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ തേങ്ങയും കൂടെ ഒന്ന് വറുത്ത് ചേർത്തിട്ടുണ്ടേ. ഇനി നമ്മുടെ ചിക്കന് കടുക് വറക്കാനായിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണ എടുത്തേക്കുന്നത്. വെളിച്ചെണ്ണ തന്നെ എടുക്കണം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ സ്റ്റാർട്ടിങ്ങിലും ചേർക്കാൻ നേരം ഞാൻ സ്റ്റാർട്ടിങ് എണ്ണയൊക്കെ ഈ സവാളയൊക്കെ വഴറ്റിയത് ഓയിലിൻ്റെ അകത്താണ്. അപ്പോൾ എൻ്റെ കയ്യിൽ വെളിച്ചെണ്ണ കുറവായതുകൊണ്ട് ഞാൻ കടുക് വറക്കാൻ നേരം വെളിച്ചെണ്ണയിലാണ് എടുത്തത്. ഇത് വെളിച്ചെണ്ണയിൽ ചേർക്കുമ്പോഴാണ് നല്ലൊരു അതിൻ്റേതായ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു ഇച്ചിരി കടുക് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് തേങ്ങാക്കൊത്ത്. തേങ്ങാക്കൊത്ത് വേണ്ടാത്തവരാണെങ്കിൽ ആ തേങ്ങാക്കൊത്ത് മാറ്റിയിട്ട് ബാക്കിയുള്ള എല്ലാം കൂടെ ഇച്ചിരി കടുക് വെളിച്ചെണ്ണ വറുത്ത് വേണമെങ്കിൽ ഇച്ചിരി കൊച്ചുള്ളിയും കൂടെ ചേർക്കാം. അപ്പോൾ തേങ്ങയൊക്കെ വറുത്ത് കടുകൊക്കെ വറുത്ത് നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കായി കറി ഇത്രയും കൂടെ കുറച്ച് റോസ്റ്റായിട്ട് നല്ല ഡ്രൈ പരുവത്തിന് വേണമെങ്കിൽ ഒരു ഇച്ചിരി നേരം കൂടെ ഒന്ന് അടപ്പത്തിട്ടാൽ മതി. പക്ഷേ ചിക്കൻ ഒത്തിരി വെന്ത് പോകുന്നുണ്ടോയെന്ന് ഒന്ന് ശ്രദ്ധിച്ചോണേ. അപ്പം ഇവിടെ ആണെങ്കിൽ ഇവർക്ക് ചപ്പാത്തിക്കൊക്കെ ആണെങ്കിൽ ഇത്തിരി ഒരു ഗ്രേവി വേണം. ഞാൻ ഇച്ചിരിയും കൂടെ റോസ്റ്റ് ആക്കാമെന്ന് വെച്ചാൽ നമുക്ക് ആ ചിക്കൻ്റെ അകത്തുള്ള ആ പൊതിഞ്ഞിരിക്കുന്ന ആ മസാലയും എടുത്തൊക്കെ നമുക്ക് കഴിക്കാം. പക്ഷേ ഈ പിള്ളേർക്കൊന്നും അതിന് പറ്റത്തില്ല. അതുകൊണ്ട് ഞാനൊരു ഇച്ചിരി ഒരു സ്വല്പം ലൂസാക്കി വെച്ചാൽ
ഇതിനേക്കായി റോസ്റ്റായിട്ട് എടുക്കുകയാണെങ്കിൽ അതാ കുറേയും കൂടെ നല്ലതേ. അപ്പോൾ ചട്ടിയിൽ ഇത് ഇത്രയൊക്കെ ഒന്ന് അതൊന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പം ഞാനൊന്ന് ഒരു രസത്തിന് വേണ്ടി ചട്ടിയിൽ നിന്നൊരു പാത്രത്തിലോട്ടാക്കുന്നുണ്ട്. ഞാൻ പ്ലേറ്റിൽ ഇങ്ങനെ എടുത്തിട്ട് പലയിടത്ത് വെച്ചൊന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്, എവിടെ വെച്ചാൽ ഒരു കളറ് മീൻസ് നല്ലതായിട്ട് കിട്ടുന്നതെന്നുള്ളത്. ഇപ്പോൾ ഒറിജിനൽ കളർ ഇതാ. അപ്പം നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവിനൊക്കെ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടണൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും, അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.